ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലേ? നമ്മുടെ കൃഷ്ണനെ സാക്ഷിയാക്കിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ സംസ്കൃതം സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ഒരു പൂന്തോട്ടത്തിൻ്റെ ചിത്രമൊക്കെ ദ്വിതീയ പാഠം എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. ഏഹി വദാമ, ഇതാണ് പാഠത്തിൻ്റെ പേര്. അതിൻ്റെ തുടക്കത്തിലായിട്ട് കുറച്ച് സെൻറ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. പാഠപ്രവേശനാത് പൂർവം ആരാമഹ ഇതി പ്രവർത്തന പുസ്തകെ പ്രഥമതഃ ആരഭ്യ തൃതീയ പര്യന്തം പ്രവർത്തനാനി കരണീയാനി. നമ്മുടെ ഈ പാഠം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ആരാമഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രവർത്തന പുസ്തകം കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു വർക്ക് ബുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. അതിലുള്ള 1 മുതൽ 3 വരെയുള്ള പഠന പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതിന് ശേഷം മാത്രം ഈ ബുക്ക് തുടങ്ങുക എന്നാണ് പറയുന്നത്. അത് സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ചിത്രേ കിം കിം പശ്യതി. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെല്ലാമാണ് കാണുന്നത്? കുറേ പൂക്കളുണ്ട്, മരങ്ങളുണ്ട്, കുറേ പൂക്കളാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു പൂന്തോട്ടമാണ്. പൂമ്പാറ്റയുണ്ട്, അല്ല പൂമ്പാറ്റയില്ല, പൂക്കളുണ്ട്. അപ്പോൾ ഒരു പൂന്തോട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പ്രഭാത സൂര്യ സർവേ ദൃഷ്ടവന്തഃ ഖലു. പ്രഭാത സൂര്യനെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷി മൃഗാദീന പുഷ്പലതാനീന ച സ്വരൂപാണി ജാനന്തി കില. മൃഗങ്ങൾ, പക്ഷികൾ, പൂക്കൾ, അങ്ങനെ ചെടികൾ, ഇതിൻ്റെ എല്ലാം രൂപം നിങ്ങൾക്കൊക്കെ മനസ്സിലുണ്ട് അല്ലേ? എല്ലാത്തിനും നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നറിയാം. പക്ഷികളായാലും ഇപ്പോൾ പൂച്ച എങ്ങനെയാണ്, നായ എങ്ങനെയാണ്, ആന എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു മനോഹരം ഉദ്യാന പശ്യാമ, അങ്ങനെയുള്ള ഒരു മനോഹരമായ പൂന്തോട്ടം നമുക്ക് കാണാം. അപ്പോൾ അടുത്ത പേജ് ആ ഒരു പൂന്തോട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ പാഠത്തിൻ്റെ പ്രത്യേകത, ഇതൊരു കവിതയോ പാട്ടോ ഒന്നുമല്ല, ഇത് നമ്മുടെ സംഭാഷണങ്ങളാണ്. ഒരു പൂമ്പാറ്റയും പിന്നെ പൂക്കളുമായിട്ടുള്ള സംഭാഷണമാണ് ഈ ഒരു പാഠത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏഹി വദാമ നമുക്ക് പറയാം അല്ലേ? ഇതിൽ ഒരു പൂമ്പാറ്റ ഈ പൂന്തോട്ടത്തിലേക്ക് പാറി വരികയാണല്ലേ. പാറി വരുമ്പം തന്നെ എന്താ പറയുന്നേ? അഹോ മനോഹരം ഉദ്യാനം ബഹുവർണ്ണാനി പുഷ്പാണി. അല്ലേ, നല്ല മനോഹരമായിട്ടുള്ള പൂന്തോട്ടം. എന്ത് ഭംഗിയാണ് ഈ പൂന്തോട്ടം. ബഹുവർണ്ണാനി പുഷ്പാണി, പല നിറത്തിലുള്ള പൂക്കളുണ്ടല്ലേ. പൂന്തോട്ടത്തിലേക്ക് വരുമ്പോൾ പൂമ്പാറ്റ പറയാണ്, എന്ത് ഭംഗിയുള്ള പൂന്തോട്ടം, എത്ര നിറത്തിലുള്ള പൂക്കളാണല്ലേ ഇവിടെ. അപ്പം പൂമ്പാറ്റ ഇങ്ങനെ പറന്ന് വന്നപ്പോൾ ഒരു പൂവിനെ കാണും, ഒരു ചെടിയെ കാണും. അപ്പോൾ ചെടിയോട് പൂമ്പാറ്റ ചോദിക്കുകയാണ്, പൂമ്പാറ്റ ചോദിക്കുകയാണ്, സുന്ദരി തവ നാമക്യം. സുന്ദരി എന്ന് വിളിക്കുകയാണല്ലേ. പൂവിൻ്റെ പേരെന്താന്ന് പൂമ്പാറ്റയ്ക്ക് അറിയില്ല. അപ്പോൾ അത്രയും ഭംഗിയുള്ള പൂവായതുകൊണ്ട് സുന്ദരി എന്ന് വിളിക്കുകയാണ്. സുന്ദരി തവ നാമക്യം, തവ നാമക്യം, നിൻ്റെ പേര് എന്താണ് ചോദിക്കുകയാണ്. എന്താണ് നിൻ്റെ പേര് എന്ന് ചോദിക്കുകയാണ് പൂമ്പാറ്റ. അപ്പോൾ ചെടി എന്താ പറയുന്നത്, പൂവ് എന്താ പറയുന്നത്? മമ നാമ മല്ലിക, എൻ്റെ പേര് മല്ലിക എന്നാണ്. മമ നാമ മല്ലിക. ഇവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം കേട്ടോ. അഹോ, പൂമ്പാറ്റ പറയാണ്, അഹോ മനോഹരം ഉദ്യാനം ബഹുവർണ്ണാനി പുഷ്പാണി. സുന്ദരി തവ നാമ കിം. അപ്പോൾ അതിന് മറുപടിയായിട്ട് മല്ലിക പറയാണ്, മമ നാമ മല്ലിക. അപ്പം നിങ്ങളുടെ പേരാരെങ്കിലും ചോദിച്ചാൽ തവ നാമ കിം എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇപ്പം എൻ്റെ പേരാണെങ്കിൽ മമ നാമ കമനീന്ന് പറയണം. അതുപോലെ നിങ്ങളുടെ പേര് പറയണം. മമ നാമ അശ്വിനാണെങ്കിൽ മമ നാമ അശ്വിനഹ, മമ നാമ അശ്വതി ആണെങ്കിൽ മമ നാമ അശ്വതി. അങ്ങനെ നമ്മുടെ പേര് നമ്മൾ പറഞ്ഞു പിടിക്കണം. അങ്ങനെ അത് കഴിഞ്ഞപ്പം ഇവിടെ മമ നാമ മല്ലിക എന്ന് പറഞ്ഞ് പൂവിൻ്റെ പേര് പറഞ്ഞു. അപ്പം മറ്റൊരു പൂവ് പറയാണ് പൂമ്പാറ്റയോട്, ആഗച്ഛതു പ്രിയമിത്ര, വന്നാട്ടെ സുഹൃത്തേ എന്ന് പറയാണ്. ഞങ്ങളുടെ പൂക്കളൊക്കെ കാണാൻ ഞങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് നിനക്ക് സ്വാഗതം പറയാണ്, സ്വാഗതം വരൂ എന്ന് പറയാണ്. അപ്പോൾ ഈ പൂമ്പാറ്റ അത് കേട്ടില്ല. പൂമ്പാറ്റ പറന്ന് ഒരു റോസാപ്പൂവിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണതാ അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഈ പൂവ്, ചെമ്പരത്തി പൂവ് ചോദിക്കുകയാണ്, കുത്ര ഗച്ഛതി മിത്ര, എവിടേക്കാണ് പോകുന്നത്?
കൂട്ടുകാരാ? അപ്പോൾ അതിനുത്തരമായിട്ട് പൂമ്പാറ്റ പറയാണ് മധുപാനാർത്ഥം ഗച്ഛാമി. ആ, മധു എന്ന് വെച്ചാൽ എന്താണ്? തേൻ കേട്ടോ. മധു എന്ന് വെച്ചാൽ തേൻ. മധുപാനാർത്ഥം ഗച്ഛാമി. തേൻ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. പൂമ്പാറ്റയൊക്കെ തേനല്ലേ കുടിക്കുക? പൂമ്പാറ്റ വണ്ടൊക്കെ പൂവിലെ തേനാണല്ലേ കുടിക്കുക. അപ്പോൾ ഈ പൂവ് ചോദിക്കുകയാണ് കുത്ര ഗച്ഛതി മിത്ര, എവിടേക്കാണ് പോകുന്നത് സുഹൃത്തേ? മധുപാനാർത്ഥം ഗച്ഛാമി. ആ, തേൻ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ. നല്ല സംഭാഷണമാണല്ലേ. ഒരു പൂമ്പാറ്റ പൂന്തോട്ടത്തിൽ വന്ന് പൂവിൻ്റെ കുറേ പൂക്കൾ കാണുന്നു. അതിലൊരു പൂവിൻ്റെ പേര് ചോദിക്കുന്നു. പൂവ് തൻ്റെ പേര് പറയുന്നു. എന്താണ് പേര്? മല്ലിക അല്ലേ. അങ്ങനെ പൂക്കളൊക്കെ പൂമ്പാറ്റേനെ കണ്ടിട്ട് വിളിക്കുകയാണ്, വരൂ പൂമ്പാറ്റേ, വരൂ കൂട്ടുകാരാ, ഇങ്ങോട്ട് വരൂ. അപ്പോൾ പൂമ്പാറ്റ പറന്നൊരു പൂവിൽ പോയിരിക്കുകയാണ്. അത് കണ്ടിട്ട് വേറൊരു പൂവ് ചോദിക്കുകയാണ് കുത്ര ഗച്ഛതി മിത്ര, മധുപാനാർത്ഥം ഗച്ഛാമി. ആ, ഞാൻ തേന് കുടിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നത്. ഞാൻ ഈ സംഭാഷണങ്ങൾ ഒന്നുകൂടെ വായിക്കാം. വീട്ടിൽ നിന്ന് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പാഠത്തിൻ്റെ പേര് ഏഹി വദാമ. അഹോ മനോഹരം ഉദ്യാനം, ബഹുവർണാനി പുഷ്പാണി. സുന്ദരി തവ നാമ കിം? മമ നാമ മല്ലിക. ആഗച്ഛതു പ്രിയമിത്ര, കുത്ര ഗച്ഛതി മിത്ര? മധുപാനാർത്ഥം ഗച്ഛാമി. ആ, തേന് കുടിക്കാൻ പോവാണ്. വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം. ഏഹി വദാമ. അഹോ മനോഹരം ഉദ്യാനം, ബഹുവർണാനി പുഷ്പാണി. സുന്ദരി തവ നാമ കിം? മമ നാമ മല്ലിക. ആഗച്ഛതു പ്രിയമിത്ര, കുത്ര ഗച്ഛതി മിത്ര? മധുപാനാർത്ഥം ഗച്ഛാമി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പഠന പ്രവർത്തനത്തിലേക്ക് പോകാം കേട്ടോ. അടുത്ത പേജ് എടുക്കുക. കഹ കം പ്രതി വദതി ഇതി പശ്യാമ. ആര് ആരോട് പറയുന്നു എന്നത് നമുക്ക് നോക്കാം. ചിത്രപതക. ചിത്രപതക എന്ന് വെച്ചാൽ എന്താണ്? ആ, പൂമ്പാറ്റ കേട്ടോ. ചിത്രശലഭത്തിനെയാണ് നമ്മൾ ചിത്രപതക എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. ചിത്രപതക. പൂമ്പാറ്റ പറയുന്നു അഹോ മനോഹരം ഉദ്യാനം, ബഹുവർണാനി പുഷ്പാണി. ആ, നമ്മുടെ നേരത്തെ ഇതിൽ പറയുന്ന ഇതാരാ പറയുന്നത്? ഇത് അവിടെ ഇങ്ങനെ ഒരു ഏരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൂമ്പാറ്റയാണല്ലേ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പൂമ്പാറ്റ എന്താ പറയുന്നത്? ചിത്രപതക പറയാണ് സുന്ദരി തവ നാമ കിം. സുന്ദരി നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിന് ഉത്തരം ആരാണ് പറയുന്നത്? മല്ലിക. മല്ലിക എന്ന് പറയുന്ന പൂവാണ് പറയുന്നത് അതിൻ്റെ ഉത്തരം. മമ നാമ മല്ലിക. ശേഷം പറയുന്നത് ആരാണ്? സൂര്യകാന്തി പൂവാണ്. സൂര്യകാന്തി പൂവിനെ സംസ്കൃതത്തിൽ പറയുക സൂര്യകാന്തി. ആഗച്ഛതു പ്രിയമിത്ര, വരൂ കൂട്ടുകാരാ എന്നാണ് സൂര്യകാന്തി പൂ പറയുന്നത്. പിന്നെ ആരാ പറയുന്നത്? ജപ. ജപ എന്ന് വെച്ചാൽ ചെമ്പരത്തി പൂവാണിതാ. ഈ പൂവാണ് അടുത്തത് പറയുന്നത്. എന്താ പറയുന്നത്? കുത്ര ഗച്ഛതി മിത്ര, എവിടേക്കാണ് പോകുന്നത് കൂട്ടുകാരാ? അപ്പോൾ വീണ്ടും ആരാ പറയുന്നത്? ചിത്രവത. ആ, പൂമ്പാറ്റ പറയാണ് മധുപാനാർത്ഥം ഗച്ഛാമി, തേൻ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സംഭാഷണം കഴിഞ്ഞിട്ടാണ് ശരിക്കും പഠന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഉചിതൈഹി വർണ്ണൈഹി ലേപയതു. ആ, ചേരുന്ന കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ബലൂണിൻ്റെ ഉള്ളിൽ കുറച്ച് പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ചേരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് രക്തഹ. രക്തഹ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം. അപ്പോൾ ഇവിടെ എന്ത് കളറാണ് കൊടുക്കേണ്ടത്? ചുവപ്പ് നിറം കൊടുക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാ കളറെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് പീതഹ. പീതഹ എന്ന് വെച്ചാൽ മഞ്ഞ നിറം നമ്മളിവിടെ കൊടുക്കണം. മഞ്ഞ നിറം ഇവിടെ കൊടുക്കണം രണ്ടാമത്തെ പൂവിന്. മൂന്നാമത്തത് പാഠലഹ. പാഠലഹ എന്ന് വെച്ചാൽ റോസ് നിറം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോസ് നിറം നമ്മൾ ഈ പൂവിന് കൊടുക്കുക. പിന്നെ നീലഹ. അത് എളുപ്പമുണ്ടല്ലേ. നീലഹ എന്ന് വെച്ചാൽ നീല. ഇവിടെ നീല കളറും കൊടുക്കണം. അങ്ങനെ ഇതിന് നിറം കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഉദാഹരണാനുസാരം യഥോചിതം യോജയതു ഉച്ചൈഹി വദതൂച്ച. ആ, ഇവിടെ കുറേ പൂക്കൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ പൂക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തത് റോസാപ്പൂവാണ്. റോസാപ്പൂവിന് എന്താണ് പറയുക?
പാടലം. പാടലം എന്നാണ് റോസാപ്പൂവിന് പറയുക. അപ്പോൾ അതിന് നേരെ ഒരു വരയും കൊടുത്തിട്ടുണ്ടല്ലേ. അതുപോലെ ഈ പൂവിൻ്റെ പേരുകളിനെ നേരെ നമ്മൾ വരയ്ക്കണം. ഇവിടെ ഇതെന്ത് പൂവാണ്? ഇവിടെ ശംഖുപുഷ്പമാണ് കൊടുത്തത്. ഇത് ശംഖുപുഷ്പമാണ് രണ്ടാമത്തത്. ശംഖുപുഷ്പത്തിന് സംസ്കൃതത്തിൽ പറയുക അപരാജിത. അപ്പോൾ ഇതാണ് ഈ ലാസ്റ്റ് ഉള്ളതാണ് അപരാജിത. അപ്പോൾ ഇതിനെ നേരെ വരയ്ക്കുക. പിന്നെ കൊടുത്തിട്ടുള്ളത് സൂര്യകാന്തി പൂവാണ്. സൂര്യകാന്തി പൂവിന് സംസ്കൃതത്തിൽ പറയുക സൂര്യകാന്തിഹി. അത് ഫസ്റ്റ് തന്നെയാണ് കൊടുത്തത്. അത് ഇതിന് നേരെ വരിക. പിന്നെ കൊടുത്ത പൂവ് ചെമ്പരത്തിയാണ്. കാണുന്നില്ലേ? ചെമ്പരത്തിയാണ്. ചെമ്പരത്തിക്ക് പറയുക ജപ. അത് ഇങ്ങനെ ഇതിന് നേരെ ചേർത്ത് വരയ്ക്കുക. പിന്നെ കൊടുത്തിട്ടുള്ള മുല്ലപ്പൂവാണ്. മുല്ലപ്പൂവിന് സംസ്കൃതത്തിൽ പറയുക മല്ലിക എന്നാണ്. അപ്പോൾ അത് മല്ലികക്ക് നേരെ വരയ്ക്കുക. ഇത് വരച്ചാൽ മാത്രം പോരട്ടോ, ഇത് ചേരുംപടി ചേർത്തിട്ട് ഒച്ചത്തിൽ നിങ്ങൾ പറയുകയും കൂടെ വേണം. അപ്പോൾ റോസ് പൂവിന് നേരെ പാടലം, അപരാജിത, സൂര്യകാന്തി, ജപ, മല്ലിക, ഇങ്ങനെ ഒച്ചത്തിൽ നിങ്ങൾ വായിക്കുക. പിന്നെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ച അക്ഷരം ഏതാണ്? പ. ഇത് അടുത്ത അക്ഷരമാണ്. ഇന്നലെ പഠിച്ചത് ര. ഇത് അടുത്തത് പ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൂചനാനുസാരം ബിന്ദൂൻ യോജയിത്വ അക്ഷരം വധതു ലിഖതു വർണ്ണേന ലേപയതുച്ച. ഇവിടെ സൂചന കൊടുത്തിട്ടുണ്ട്, ഏരോ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ സൂചന അനുസരിച്ച് ഇതിലേ പോയി ഇങ്ങനെ എഴുതുക. പിന്നെ അതിൻ്റെ മേലെ വരയ്ക്കുക. എന്നിട്ട് അതിന് കളറ് ചെയ്യുക. പിന്നെ ഈ കുത്തുകൾ യോജിപ്പിച്ച് നമ്മൾ ഈ അക്ഷരം പഠിച്ചെടുക്കുക. അങ്ങനെ എഴുതി നമ്മൾ പ എന്ന അക്ഷരം പഠിക്കും. അതിനുശേഷം കൊടുത്ത പ്രവർത്തനം ചിത്രം നിരീക്ഷ്യ കേ വർണ്ണാഹ സന്ധി ഇതി വദതു. ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ഏതെല്ലാം നിറങ്ങളാണ് എന്ന് പറയാനാണ് പറയുന്നത്. നമ്മൾ കുറേ മഞ്ഞ കാണുന്നുണ്ട്, റോസ് കാണുന്നുണ്ട്, അങ്ങനെ സൂര്യകാന്തി പൂവിൻ്റെ, പിന്നെ വെള്ള കളറ്, ഇതൊക്കെ കാണുന്നുണ്ട്. ഈ നിറങ്ങളൊക്കെ പേര് പറയാനാണ് പറയുന്നത്. അടുത്തത് ബിന്ദൂൻ യോജയിത്വ ചിത്രം പൂരയിതു ഉചിതൈഹി വർണ്ണൈഹി ലേപയതു. ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പൂച്ചേൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നായയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കുത്തുകൾ ഉപയോഗിച്ചാണ് കൊടുത്തത്. അപ്പോൾ ആ കുത്തുകൾ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ആ ചിത്രം നന്നായിട്ട് വരച്ചെടുക്കാനാണ് പറയുന്നത്. പിന്നെ അതിന് ചേരുന്ന നിറവും കൊടുക്കുക. അതിനുശേഷം കൊടുത്തിരിക്കുന്നത് പുഷ്പസദൃശാനി മുഖാവരണാനി ധൃത്വ ഉചിതാൻ സ്നേഹോപചാര ശബ്ദാൻ ഉപയുജ്യ സാഭിനയം സംഭാഷണം കരോതു. പൂക്കൾ പോലെയുള്ള മുഖംമൂടികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിനയിക്കാനാണ് പറയുന്നത്. കണ്ടോ, ഇതിൽ പൂക്കൾ പോലെയുള്ള മുഖംമൂടികൾ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പൂക്കൾ തമ്മിലുള്ള സംസാരമാണ് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്ത പ്രവർത്തനം ബഹുവർണപത്രാണി ഉപയുജ്യ പുഷ്പാണി നിർമ്മാതു സചിത്രപുസ്തകെ യോജയിതു. കുറേ നിറത്തിലുള്ള പേപ്പറുകളൊക്കെ ഉപയോഗിച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സചിത്ര പുസ്തകത്തിൽ ഒട്ടിക്കാനാണ് പറയുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചിത്രേ കിം കിം പശ്യതി. ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് നിങ്ങൾ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. പൂമ്പാറ്റയുണ്ട്, നായയുണ്ട്, പിന്നെ പൂച്ചയുണ്ട്. പൂമ്പാറ്റയ്ക്ക് പറയുക ചിത്രപതകഃ, നായയ്ക്ക് പറയുക ശുനകഃ, പൂച്ചയ്ക്ക് മാർജാരഃ. പിന്നെ പൂക്കളുണ്ട്, പുഷ്പഃ സൂര്യകാന്തി പൂവുണ്ട്, പാടലുണ്ട്, പിന്നെ മല്ലിക ഉണ്ട്, പിന്നെ കുറേ പൂക്കളുണ്ട്. ഇതൊക്കെ നിങ്ങളോട് പറയാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ഭാരതസ്യ ഔദ്യോഗിക പുഷ്പം. നമ്മുടെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ള പൂവ്? താമരയല്ലേ. താമരയ്ക്ക് സംസ്കൃതത്തിൽ പറയുക കമലം എന്നാണ്. ഭാരതസ്യ ഔദ്യോഗിക പുഷ്പം, ഭാരതത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം താമര അഥവാ കമലം എന്നാണ് സംസ്കൃത പദം. പ്രകൃതിരേവ ജനനി.
ഇനി നമുക്ക് അടുത്ത് കൊടുത്തത് ശബ്ദകോശമാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാ വാക്കും ഉണ്ട്, അതിൻ്റെ അർത്ഥങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും കന്നഡയിലും ഒക്കെ അർത്ഥങ്ങളുണ്ട്. അപരാജിത ശംഖുപുഷ്പം, ചിത്രപതക ചിത്രശലഭം, ജപ ചെമ്പരത്തി, നീലവർണ്ണ നീലനിറം, പാഠലം റോസാപ്പൂവ്, പാഠലവർണ്ണ റോസ് നിറം, പീതവർണ്ണ മഞ്ഞ നിറം, മല്ലിക മുല്ല, മാർജാര പൂച്ച, രക്തവർണ്ണ ചുവപ്പ് നിറം, ശുനക നായ, ശ്വേതവർണ്ണ വെളുപ്പ് നിറം, ഹരിതവർണ്ണ പച്ച നിറം. ഇങ്ങനെ ശബ്ദകോശം കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ അർത്ഥം മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഈ പാഠം ഇതോടെ കഴിയാണ്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അല്ല, ഇന്ന് ഞാൻ പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും തിരുത്തൊക്കെ വരണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ.